ഓം വിഘ്നേശ്വരായ നമഃ. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ രാമായണ മാസത്തെ പാരായണം ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. രാമായണ മാസത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രഭാഷണം ഉണ്ടായിരിക്കും. പിന്നെ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ബോർഡിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ക്ഷേത്രത്തിലെ പണി മഴയായതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് നിർത്തി വച്ചേക്കുന്നത്. ഇന്ന് മുതൽ പിന്നെയും തുടങ്ങും. പിന്നെ തുറക്കുന്ന സമയമൊക്കെ പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും രാമായണ മാസത്തിൻ്റെ പൂജയുണ്ട്, പാരായണം നടക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച പ്രഭാഷണം ഉണ്ടായിരിക്കും. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നത് മാതിരി ഈ വർഷവും രാമായണ മാസം ആചരിക്കുകയാണ്. രാമായണ മാസം കർക്കിടക മാസത്തിൽ 1-ാം ദിവസമായ ഇന്നലെ അത് ഇവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ കൊല്ലം 32 ദിവസം കർക്കിടക മാസമുണ്ട്. അപ്പോൾ ഈ 32 ദിവസവും നമ്മൾ രാമായണ പാരായണവും അതിൻ്റെ കൂടെ അനുബന്ധിച്ച് പ്രഭാഷണങ്ങളും നമ്മൾ നടത്തി വരാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർക്കിടക മാസത്തെ സംബന്ധിച്ച് കർക്കിടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഒരു രാമായണ മാസത്തിൽ പ്രാധാന്യം മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ കർക്കിടക മാസത്തിനുള്ള പ്രാധാന്യം വളരെ ഏറെയാണ്. കർക്കിടകം എന്ന് പറയുന്നത് കർക്കിടകം രാശിയിൽ രാമനും സീതയും ലക്ഷ്മണനും എല്ലാ കുമാരന്മാരും ജനിച്ചത് കർക്കിടകം രാശിയിലായതുകൊണ്ടാണ് കർക്കിടകം. അതുപോലെ വാൽമീകി ആദ്യമായിട്ട് രാമായണം എഴുതി കഴിഞ്ഞ്, അതായത് രാമായണം എഴുതുന്നത് നാരദൻ്റെ നിർദ്ദേശപ്രകാരമാണ്. മഹാബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു കൊടുക്കുകയും നാരദൻ അത് വാൽമീകിക്ക് കൈമാറുകയും ചെയ്തതാണ് രാമമഹത്വം. ആ രാമായണം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ രാമായണ പാരായണം ചെയ്യാൻ വേണ്ടി കർക്കിടക മാസത്തിൽ ലവകുശന്മാരെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്തത്. അത് തന്നെയല്ല, കർക്കിടക മാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അയന മാസമാണ്. ശാരീരികമായിട്ട് ജീവജാലങ്ങൾക്കെല്ലാം ഒരു അയനം കിട്ടുന്ന, ഒരു ലഘുത്വം കിട്ടുന്ന, അതുകൊണ്ടാണ് നമ്മൾ സസ്യാഹാരങ്ങൾ മാത്രം ഭക്ഷിച്ച് ഏത് നല്ല ആഹാരം കഴിച്ചാലും ശരീരത്തിൽ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്രകൃതമാണ് ശരീരം. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് നമ്മൾ മഴക്കാലത്തിടുന്ന വളങ്ങളെല്ലാം ഈ പറയുന്ന സസ്യജാലങ്ങൾ ഏറ്റെടുക്കുന്ന മാസമാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിന് അമിത പ്രാധാന്യമുണ്ട്. എല്ലാ മാസങ്ങളെക്കാട്ടും വളരെ കൂടുതൽ പ്രാധാന്യം കർക്കിടക മാസമുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ വചനം ഈ പറയുന്ന ഈ 32 ദിവസം കൊണ്ട് ഓരോ ഖണ്ഡങ്ങളായി തിരിച്ച് വായിച്ച് 32ാമത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ വേറെ പുണ്യം ഒന്നുമില്ലെന്ന് പറയാം. ഏറ്റവും കൂടുതൽ പുണ്യം രാമൻ്റെ ഈ പാരായണം, രാമായണ പാരായണമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മുടക്കാതെ, ഞങ്ങൾ ഉപദേശക സമിതി അധികാരമേറ്റ് അന്നു മുതൽ ഒരു കാര്യങ്ങൾക്ക് നമ്മളിവിടെ വിഘ്നം വരുത്തിയിട്ടില്ല. അത് രാമായണ മാസത്തിനും വരുന്നില്ല. അപ്പം 32 ദിവസം രാമായണ പാരായണവും കൂടാതെ ഈ പറഞ്ഞ മാതിരിയുള്ള മറ്റ് ക്രിയകളും എല്ലാം ചെയ്യുന്നുണ്ട്. കൂടെ പ്രഭാഷണം എല്ലാം നടത്തുന്നുണ്ട്. നന്ദി, ലക്ഷ്മി സമനായ ജാനകി ദേവിയും ഹാ